പോയിടും എൻ്റെ നല്ല ശകടം എൻകിനാവിനും നിൻകിനാവിലും നന്മയുള്ള ശകടം. സോ ഗൈസ്, വെൽക്കം ബാക്ക്. ആകാശിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. എടാ, നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം പോകുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. എതിരാളികളെ നമ്മുടെ മുന്നിൽ വരെ ഇതായി എന്നാ ഞാൻ വീണെങ്കിൽ നിന്നെ കൂടെ ഇടിച്ചിട്ടേ ഉള്ളൂ. നീ അവളെ റിവൈവ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല സക്കീബായി. എൻ്റെ പയ്യന്മാരവിടെ മൊത്തമുണ്ട്. അടിപൊളി അടിപൊളി. എന്നെ രക്ഷിക്കണ്ട, നിങ്ങൾ പൊക്കോ. ഇപ്പം തന്നെ കാര്യം മനസ്സിലായോ? കിടക്കുന്ന കുട്ടി എന്നെ നോക്കൂ. കുട്ടി എന്നെ അടിക്കാൻ വന്നപ്പോൾ ആരായി? കുട്ടി ഞാൻ ഉറക്കി. ഇപ്പം ഞാൻ എണീക്കുകയാണെങ്കിൽ കുട്ടിയെ ഇടിച്ചിറും, ഞാൻ ഇടിച്ച് ഉറക്കിക്കളയും. എൻ്റെ പയ്യന്മാരെന്നെ വരും. എൻ്റെ പിള്ളേർ വരില്ലടേ, വരും. വന്നിട്ടേ സോ ഗൈസ്, കുറേ പേര് മെസ്സേജിലുണ്ട്, ചേട്ടാ എന്നെ ഫ്രണ്ടാക്കൂ എന്ന്. എടാ ഞാൻ ഒരിക്കലും എടാ ഏത് ബംഗാളി വാവുന്നുണ്ട്. ഞാൻ ഒരിക്കലും ആരും ഫ്രണ്ടാക്കാറില്ല പൊതുവേ. അത് എൻ്റെ ഒരു ഇതാണ്. ഞാൻ അങ്ങനെ ആരുമായിട്ട് അങ്ങനെ കമ്പനി വയ്ക്കാറില്ല. ഞാൻ ഈ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ എപ്പോഴും കളിക്കും, പിന്നെ അങ്ങ് അതാണ് അതുകൊണ്ടാണ് ഞാൻ ആരുടെയും റിക്വസ്റ്റ് ഒന്നും കൊടുക്കാത്തത്. അല്ലാതെ ജാടയും തേങ്ങയൊന്നുമില്ല. ഇതാ നീ ചത്തില്ലേ, മാറ് ഇവിടെ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഞാൻ അങ്ങനെ ആരുമായിട്ട് അങ്ങനെ ഇത് വെക്കാറില്ല, അതുകൊണ്ടാണ്. അല്ലാതെ മനസ്സിലായി, കാര്യം മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് പിന്നെ ഇഷ്ടപ്പെട്ട് കാണുന്നവർ കണ്ടോട്ടെ. പിന്നെ റിക്വസ്റ്റൊക്കെ വന്ന് കിടക്കുന്നുണ്ട്, കുറവൊന്നും നടക്കുന്നുണ്ട്, ചേട്ടാ ഫ്രണ്ടാക്കുമെന്ന് പറഞ്ഞാൽ. അല്ലാതെയൊക്കെ ഞാൻ പിന്നെ അങ്ങനെ ആരെയും കൊടുക്കാറില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ട് ആവണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരും, നമുക്കൊന്ന് കളിക്കാറുണ്ട്. പിന്നെ 1vs1 വാ സോ ഗൈസ്, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പ്രോയാണെന്ന്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞാൻ പ്രോയാണെന്ന്. എടാ, നമ്മളല്ലേ ബൂസ്റ്റ് ചെയ്യുള്ളൂ, പിന്നെ വേറെ ആരാ ബൂസ്റ്റ് ചെയ്യണം? അതിയൊക്കെ മനസ്സിലാക്കടേ. എന്തൊരുപാട് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിടക്കുകയാണ്. ഇത് നമ്മളിപ്പോഴും പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിരിക്കണം എല്ലായിടത്തും ബെസ്റ്റ്. ഇപ്പം ഫ്രീ ഫയർ കളിക്കുന്ന ആരും വന്നാലും എനിക്കത് വിഷയമല്ല, നിന്ന് ചാവും ഞാൻ. പിന്നെ അല്ല, ആ 3 പേരൊക്കെ വരുമ്പോൾ കണ്ടു നമ്മളിങ്ങനെ നെഞ്ചി പിടിച്ച് നിൽക്കണം. അല്ല, അത് ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പാടില്ല. കാര്യം 3-4 പേര് ഒരു നെഞ്ചും പിരിച്ചു നിന്ന് കഴിഞ്ഞാൽ കൊഴുപ്പ് അല്ലെങ്കിൽ കഴപ്പ് എന്ന് വേണം പറയാൻ. കണ്ട ഇപ്പോൾ വീടാണ്ട്. അതുകൊണ്ട് സോ ഗേസ്, നമ്മൾ 3 പേരൊക്കെ വരുമ്പോൾ ഒരിക്കലും നിൽക്കരുത്. ഇങ്ങനെയൊക്കെ വീടുള്ള ചാൻസ് കൂടെയാണ്. സോ ഗേസ്, ഇത് ഞാനൊരു അവയർനെസ് വീഡിയോ പോലെയാണ് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് അടിക്കുക അറിയാം മക്കളെ. പിന്നെ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ആകാശിക ലൈവിൽ കാണിക്കാത്തതെന്ന്. ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോവുകയാണ്, എൻ്റെ സമയം കിട്ടുന്നുണ്ടോ ഇല്ല. പിന്നെ ഈ സൂപ്പർ ചാറ്റെന്ന് എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പൈസയൊക്കെ അയച്ചു തരുന്നത്. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട അയച്ചു തരുന്നത്, ഇഷ്ടപ്പെടാതെ അയച്ചു തരുന്നത്. അല്ല ഇതെന്ത് കാണിക്കണേ? അളിയാ കൊള്ളാം, വീണല്ലേ, മാറിയില്ലേ? സോ ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. പഞ്ചമി പുൽക്കടവിൽ പാലാഴി പൂഞ്ചിറകിൽ ഞാനിന്ന് തോണിയിറക്കി, പതിരമുറ്റത്തെ കസ്തൂരി പൂങ്കാറ്റിൽ ഞാനിന്ന് തിരയിലെത്തി, മുറ്റത്തെ മുവന്തിച്ചോപ്പിലെ മാല കോർക്കാൻ ഞാൻ. സോ ഗൈസ്, നല്ല തോക്കെടുക്കാം, ഈ തോക്കെടുക്കാം. യെസ്, നമുക്ക് എല്ലാം. എനിക്ക് തോക്കില്ലെങ്കിൽ പോലും ഞാൻ ഇടിച്ച് കൊല്ലുന്ന ഒരു വ്യക്തി എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം അമ്മാതിരി തള്ളിലൂടെയെങ്കിലും ഞാൻ തള്ളിയിടുമെന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. ഈ ഫ്രീ ഫയർ കളിക്കുന്ന ഞാൻ സത്യസന്ധത പറഞ്ഞു വെച്ചാൽ എൻ്റെയൊക്കെ ഒരു +1 +2 അപ്പോഴൊന്നും ഫോണില്ല. ആ കാലഘട്ടത്തിൽ ഫോൺ പോലും ഇല്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് എല്ലാത്തിനും ഫോണുണ്ട്. ഒരു 5 വേണ്ട 4 പഠിക്കുന്ന പിള്ളേരെ കയ്യിലൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവനെ കണ്ടി വലിയ ആപ്പ്. അളിയാ ഞാനുണ്ട്, ഞാൻ ഫിനിഷ് ചെയ്യുമ്പോൾ നീ കൊന്നാ മതി. താഴ്ത്തോ അന്ന് സഞ്ചരിച്ചിട്ട്. സോ ഗൈസ്, ഇത് നെറ്റിൻ്റെ പ്രശ്നമാണ്. ഓൾറെഡി ഞാൻ അവനെ അടിച്ച് ഉറക്കിയിട്ടുണ്ട്. നെറ്റിൻ്റെ ചെറിയ പ്രശ്നം എന്താണ്, ഞാൻ തന്നെയാണ് 3 പേരെ അടിച്ച് ഉറക്കുന്നത്. നെറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അവിടെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഈ ഇവിടെയൊക്കെ നേരത്തെ ഇടിച്ചിട്ടത്, അവൾ ചുമ്മാടന്ന് ഓടുന്നതാണ് അതുവഴി. 4 ഓ മൈ ഗുഡ്നസ്. സോ ഗൈസ്, നിങ്ങളെപ്പോഴും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് മാത്രമേ നമുക്ക് നിൽക്കാവൂ. ഇല്ലെങ്കിൽ പുല്ല് പോടെയെന്ന് പറഞ്ഞാൽ ഞാൻ കളഞ്ഞിട്ട് പോകണം. അതൊക്കെയാണ് വേണ്ടത്. അല്ലെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരാളുടെയും കീഴിൽ നിൽക്കാൻ പാടില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കാവൂ. ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണം. അതിനും കൂടെയാണ് അൺസബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ ഉള്ളത്, മനസ്സിലായില്ല? ഇപ്പോൾ നമ്മളൊരാളൊരു കോൺടാക്റ്റ് നമ്മൾ സേവ് ചെയ്യാണ്, അയാളുടെ പെരുമാറ്റവും സംസാരവും പിന്നെ കണസാകണോ സംസാരം നമ്മൾ പറഞ്ഞാൽ ഈ പുല്ലെന്നെ കേൾക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനങ്ങ് ഡിലീറ്റ് ചെയ്യണം. സോ അതിനാണ് നമ്മൾ ഡിലീറ്റ് ഓപ്ഷൻ ഉള്ളത്. കിട്ടിയില്ലടാ, അനുഭവിക്കണം. അതാദായം പോതാതെ പറവയൊന്ന്. കളിയൊക്കെ തീറ്റയൊക്കെ അല്ലേടേ, ടോക്ക് ചേഞ്ച് ചെയ്യാം. ടൈമായി.
ഇവിടെ ആരോ ഒരാളുണ്ടല്ലോ. ഫൈനൽ കിൽ ഈസ് എയർ ആകാശ് ഫിനിഷിങ്. സോ ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോഴും അങ്ങനെയാണ്, ഫിനിഷിങ് എൻ്റെ കയ്യിലായിരിക്കും ഭദ്രം. അളയമാർ ഫിനിഷിങ് എൻ്റെ കയ്യിൽ ഭദ്രം. തക്കടു നീ ഇവിടെ വിളിച്ചിരിപ്പുണ്ടെങ്കിൽ വാ, ദേ ഇരിപ്പുണ്ട് തക്കിട് കുട്ട, ഓ തന്നെ നുട്ട. സോ ഗൈസ് ഫൈനലി നമ്മൾ പിന്നെയും ബൂം. സോ ഗൈസ് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ നിങ്ങളെ പരിചയപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകേണ്ടതാണ്. സോ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ശുഭദിനം. ഞാൻ എത്ര കില്ലടിച്ച്? ഓ കമോൺ 5 കില്ല്. ഓക്കെ, ഒരിക്കലുള്ള ചത്തോളൂ, ഒരിക്കൽ ചത്തോളൂ. എടി